കൊച്ചി കടവന്ത്രയിലുള്ള അനസിന്റെ മൃഗശേഖരം വിപുലമാണ്. പല വർഗത്തിൽപ്പെടുന്ന 60ഓളം വിദേശ പൂച്ചകൾ. അങ്ങേയറ്റം ശുദ്ധിയോടും നിഷ്കർഷയോടും കൂടിയാണ് തന്റെ വളർത്തുമൃഗങ്ങളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നത്. ഈ പൂച്ചകൾക്ക് എന്തോ ഒരു പ്രത്യേകത, കീരിയുടെയൊക്കെ മുഖമുണ്ട്. ഇവര് ഒരു വൈൽഡ് ഫാമിലിയിലുള്ള ഒരു ശരിക്കും സയാമീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽഡ് ഒരു 1985 സയാമീസ് എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടായി. അതിനുശേഷം നമ്മൾ ബാലനീസ് എന്ന് പറഞ്ഞ ബ്രീഡിനെ ബിർമനും സയാമീസിനെ കൂടി മിക്സ് ചെയ്തിട്ടൊരു ബ്രീഡ് ഉണ്ടാക്കിയെടുത്തു UK. ആ ബ്രീഡാണ് ഇത് ബാലനീസ്. എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ മീശ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്തുന്ന ഒരു പൂച്ച എന്ന് പറഞ്ഞാൽ സയാമീസാണ്. ഈ ഫാമിലിനാണ്. സയാമീസിന്റെ ഫാമിലി തന്നെ. കുറച്ചും കൂടി സയാമീസിന് ഈ തീരെ രോമം ഇല്ലാതെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആളുകൾക്കൊരു അഭംഗി കാരണം ഇങ്ങനെ ഒരു സയാമീസിൽ നിന്നും ബിർമനിൽ നിന്നും ഒരു ഡെവലപ്പ് ചെയ്തൊരു ബ്രീഡാണ് ബാലനീസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പുറത്തുനിന്ന് ആരും വന്നു കഴിഞ്ഞാൽ മറ്റേ അപരിചിതരുടെ അടുത്തൊന്നും പോകില്ല. ഇവർ നമ്മൾ വീട്ടിൽ അഴിച്ചു വിട്ടാലും ഒരാൾക്കൊന്നും പിടിച്ചിട്ട് പോകാൻ പറ്റുന്നത്. പേർഷ്യൻ ക്യാറ്റ് അങ്ങനെയല്ല. അവരാര് വന്നു എന്നാലും അവരുടെ കാലിൽ മുട്ടി സ്നേഹം കാണിച്ച് അവരോട് പോകും. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് യജമാനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് ഇവർ, ഭയങ്കര ബുദ്ധിയുള്ള. ഇവർ ശരിക്കും പുറത്തെ രാജ്യങ്ങളിലൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇവർ നമ്മളോട് ഇവരായിട്ട് അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സംസാരിക്കുമെന്ന് പറയുന്നത്. അതെ, വാലിനെ കുറിച്ച് പിന്നെ ഭയങ്കര ലവബിൾ ആണ്. നമ്മൾ ഒരു ഇതിനെ വളർത്തിയ ഒരാള് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിന്റെ മേത്ത് തട്ടി നിലത്തുരുണ്ട് വീണിരിക്കും. കാരണം അതേപോലെ നമ്മുടെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കാലിൽ ഇങ്ങനെ ചുറ്റി ഇത് അങ്കോറ പൂച്ചകളുടെ കുട്ടികളാണ്. ഇതിന്റെ ചെവി കൂർത്ത ബ്രീഡ് ഉണ്ട്. അതിന്റെ അങ്കോറയുടെ ഇതിന്റെ ഫീമെയിലിനെയും ഇതിന്റെ മെയിലിനെയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബ്രീഡിനെ ഓടിക്കുന്നത്. ഇപ്പൊ എത്ര സിനിമകൾക്ക് കൊടുത്തിട്ടുണ്ടാവും പൂച്ചകളെ? സിനിമകളിൽ ഇപ്പൊ നമ്മൾ നാലോളം സിനിമകളിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പരസ്യ ചിത്രങ്ങൾ, 7ഓളം പരസ്യ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൂച്ചകൾ ഞാൻ തന്നെ ചെയ്യണത്. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് 2-3 പേരുണ്ട്. എത്ര പൂച്ചകൾ ഉണ്ടാവും കയ്യിൽ മൊത്തം? ഇപ്പൊ പൂച്ച മൊത്തം അഡൽട്ട് ബ്രീഡിംഗ് പെയറുകളാണെങ്കിൽ 60ഓളം പൂച്ചകൾ ടോട്ടൽ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതിന്റെ ഭക്ഷണത്തിനൊക്കെ നല്ല എക്സ്പെൻസ് വരും. പിന്നെ എക്സ്പെൻസ് നോക്കി നമ്മൾ ഇതിനെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇപ്പം നമ്മുടെ മലയാളികൾക്കല്ല ഇന്ത്യയിൽ പൊതുവേ ബ്രീഡേഴ്സിൻ്റെ ഒരു പ്രത്യേക ഫോറിനേഴ്സ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ്പെൻസ് നോക്കിയിട്ടാണ് നമ്മൾ ബ്രീഡേഴ്സ് ബ്രീഡ് ചെയ്യണത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ആ ഒരു മിക്കവരും പരാജിതരായി പോകണം. അതുകൊണ്ടാണ് ഈ എക്സ്പെൻസ് നോക്കാതെ ഇവരെ സ്നേഹിച്ച് നമ്മളൊരു ഹോബി കൂടി ആക്കി എടുത്ത ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ സ്വപ്നസഞ്ചാരി, പിന്നെ വേറെ ഏതൊക്കെ സിനിമ? സ്വപ്നസഞ്ചാരിയിലുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഫിലിമിൽ നല്ലൊരു സിനിമയിൽ വന്നിരിക്കുന്നത് തേജാബായിൽ പൃഥ്വിരാജ് സാർ ആദ്യമായിട്ട് ആ പൂച്ച ഫസ്റ്റ് സീനിൽ കൊണ്ടുവന്ന നമ്മുടെ ഒരു മിട്ടു എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയാണ്. ഈ സീരിയലിൽ അഭിനയിച്ചൊരു നടനൂടെ ഉണ്ടെന്ന്. അതെ, സീരിയലിൽ അഭിനയിച്ചത് സാർ ഇത് ആള് ഹൊറർ താരമാണ്. ഇത് ഇതില് ഹൊറർ ഫീൽ ചെയ്യണ ഒരു ആളായതുകൊണ്ട് ജോൺ ഡിക് പാനിങ് എന്ന് പറഞ്ഞൊരു സീരിയലിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഹൊറർ രംഗങ്ങളിലൊക്കെ വിത്തൗട്ട് മേക്കപ്പിൽ അഭിനയിക്കാൻ പറ്റിയ ഒരാളാണ്. ബ്ലാക്കിൽ കോപ്പർ ഐസ് വരുമ്പോൾ ഒരു പ്രത്യേക ഭീകരത ഇരിക്കും. ഇത് പേർഷ്യൻ തന്നെ, പേർഷ്യൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പഞ്ച് ഫേസ് ആണ്. പഞ്ച് ഫേസിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ്റെനൻസ് കൂടുതലാണ്. പഞ്ച് ഫേസിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചൂടടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ചൂടടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ബഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ട്. ഒരു ഹാബി ഫീമെയിലാണ്. ഇപ്പോൾ 8 മാസമായിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു കളർ 2 കുട്ടികളാണ്. ഒന്ന് കാലിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡ് ഉണ്ട്. ഇത് സാർ ഇത് 3 കളർ വന്നിട്ട് ഗോൾഡൻ, ബ്ലാക്ക്, ആഷ്, വൈറ്റ്, അങ്ങനെ 3 കളർ. വൈറ്റ്, ഗോൾഡൻ, ബ്ലാക്ക് ആണ് 3 മെയിനായിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആഷും അങ്ങനെയുള്ള കളറൊക്കെ സിൽവറൊക്കെ വരും ഇടയ്ക്ക്. പക്ഷെ ഇവർ ഭയങ്കര ഒരു ഫേമസ് ബ്രീഡാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫീമെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാലിക്കോ. മെയിൽസ് കുറവായിരിക്കും. നമ്മുടെ ഇവിടെ ആളുകൾ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു അപ്പോൾ ഇതിൻ്റെ ഫീമെയിലിനെ ഈ കളർ കൊണ്ടുപോയ ആളുകൾ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ട് ഇതിൻ്റെ തന്നെ മെയിലിനെ വേണമെന്ന് ചോദിക്കും.
അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഇതിൻ്റെ വരാറില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് നുണ പറയാന്നുള്ളൊരു ധാരണ ആയതുകൊണ്ട് നമ്മളിതിനെ തരാമെന്ന് പറയാറുള്ളൂ. പക്ഷെ ഇതിൻ്റെ മെയിൽസ് ഉണ്ടാവില്ല. ഈ കളർ ഫീമെയിലാണ്. ഇതിന് ഇത് ബ്ലാക്ക് ആയിട്ടൊക്കെ കോമ്പിനേഷനിൽ ഓൾറെഡി ഇതിന് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് വന്നുള്ളൂ. ബ്ലാക്കും മദർ ബ്ലാക്കും ഫാദർ വൈറ്റും ഒക്കെ വരുമ്പോഴും കാലിക്കോ ഇറങ്ങാറുണ്ട്. പിന്നെ ഇവരുടെ ഒരു 6 തലമുറ ബാക്ക് അപ്പൂപ്പനോ അതിൻ്റെ അപ്പൂപ്പനോ ആരെങ്കിലും ഒരു കാലിക്കോ ഉണ്ടായാൽ മതി, ഫീമെയിൽ ഉണ്ടായാൽ മതി, ജനറേഷനിൽ കാലിക്കോ ഉണ്ടാവും. ഇതിനെന്ത് വിലയുണ്ടാവും? ഇതിനൊക്കെ ഒരു 15,000 രൂപ മുതലുണ്ട്. ഇത് പേർഷ്യൻ ടാബി എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ആ ഒരു പുലിനെ കാണിച്ചു, അതിൻ്റെ തന്നെ ഒരു കുഞ്ഞാണത്. ഇതെല്ലാം 2 പേരും 1.5 മാസം പ്രായമായ കുട്ടികളാണ്. ഈ പ്രായത്തിലാണ് നമ്മൾ പൊതുവെ പൂച്ചകളെ വിൽക്കുന്നത്. അതിന് മുമ്പ് ചില ആളുകൾ ചോദിക്കും, പട്ടീനെ കണ്ണ് തുറക്കണതിന് മുമ്പായിട്ട് ചില ആളുകൾ വന്ന് വാങ്ങുക, അറ്റാച്ച്മെൻറ്റ് കൂടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് പോകാറുണ്ട്. പട്ടിക്കുഞ്ഞിനെ ചിലപ്പോൾ കൊടുത്തു വിടാറുണ്ട്. പക്ഷേ പൂച്ചക്കുട്ടികളെ ഞങ്ങൾ കൊടുക്കാറില്ല. 2 മാസം 1.5 മാസം പ്രായമായി അത് തന്നെ ഭക്ഷണം കഴിച്ച് അതൊരിക്കൽ സ്വന്തമായിട്ട് ലിറ്റർ ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ഇതിന് ഈ പൂച്ചകളെ വളർത്തുന്നതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. അത് എങ്ങനെയാണ്? പെറ്റ്സിന് ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് പുറത്തോട്ട് ഇറങ്ങാതെ ഈ പൂച്ചകൾ ഇപ്പോൾ പേർഷ്യൻ ക്യാറ്റ്സിനെ കൊണ്ടുപോകുന്നവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ വീട്ടിൽ വളർത്താൻ പറ്റുമോ, കൂട്ടിലിടണോ, സാധാരണ നാടൻ പൂച്ചകളെ പോയി കൂട്ടിലിടണോ, അല്ലെങ്കിൽ ഇത് ഓടിപ്പോവോ പുറത്തോട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികളെ കൊണ്ടൊന്ന് പുറത്ത് നിർത്തിയിട്ടൊക്കെ പൂച്ചകളെ പടിയെടുത്ത് വെച്ചിട്ട് പട്ടികളെ കൊണ്ട് കുരപ്പിക്കുക, പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ പേടിച്ച് പുറത്തോട്ട് പ്രാവശ്യം പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു മനസ്സിലുണ്ടാവും, മെമ്മറിയിലുണ്ടാവും. പിന്നെ അവർ പുറത്തിറങ്ങില്ല, അവർ ലോകം വീടിനകത്തായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, വീട്ടിൽ തന്നെ പൂച്ചകളൊന്നും പുറത്തിറങ്ങണില്ല, എല്ലാവരും വാതിൽപ്പടിയുടെ അവിടെ വരെ വരും, തിരിച്ചാൽ ഓടി അകത്തോട്ട് ഇറങ്ങി. ഞങ്ങളിങ്ങനെ ചെയ്യാറുള്ളൂ, ട്രെയിൻ ചെയ്യാറുള്ളൂ. സാറിനോട് ആയതുകൊണ്ട് ട്രേഡ് സീക്രട്ട് പറയുന്നത്.